എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ ഒരു പുതിയ സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് പ്രണവ് സാർ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ എടുക്കുന്നത് കറണ്ട് അഫയേഴ്സ് RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ എല്ലാം നമുക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നതും എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കുറച്ച് ഏരിയ ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഇന്റർനാഷണൽ ഇയേഴ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ക്ലാസ് ഇത്തിരി സ്പീഡിലായിരിക്കും. നിങ്ങൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ് കാണുക. മാക്സിമം നമുക്ക് കണ്ടന്റ് പറയാനാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത്. നിങ്ങളൊന്ന് സ്പീഡ് അറേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുക, ക്ലാസ് കാണുക. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇയേഴ്സ് ആണ്. ഇന്റർനാഷണൽ ഇയേഴ്സിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത് 2025 നോക്കി വെക്കേണ്ടത്. 2024 ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. 2024 ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിറ്റ്സ് ആയിരുന്നു. ഏതായിരുന്നു മില്ലറ്റ് ഇയർ എന്നറിയപ്പെടുന്നത്? മില്ലറ്റ് ഇയർ ആയിട്ട് ഏത് ഇയറിനെയാണ് ഇന്റർനാഷണൽ ഇയർ ആയിട്ടാണ് എടുത്തിരുന്നത്? 2023 മില്ലറ്റ് ഇയർ ആയിട്ട് എടുത്തിരുന്നത്. ഓക്കെ, 2025 ഇതാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. നിങ്ങൾ 2025 എക്സാം ആണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ഇയേഴ്സ് ഓഫ് ഏതാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്? 2025 ആണ് മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്, രണ്ടാമത് ഗ്ലേഷ്യേഴ്സ് പ്രിസർവേഷൻ, അതുപോലെ തന്നെ പീസ് ആൻഡ് ട്രസ്റ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. ഇങ്ങനെ 4 ഇന്റർനാഷണൽ ഇയേഴ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത് 2025. കോപ്പറേറ്റീവ്സ്, അതുപോലെ തന്നെ ഗ്ലേഷ്യേഴ്സ് പ്രിസർവേഷൻ, പീസ് ആൻഡ് ട്രസ്റ്റ്, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് 2026 അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് വുമൺ ഫാമേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റേഞ്ച് ലാൻഡ് ആൻഡ് പാസ്റ്റർ ലൈറ്റ്സ് എന്നും 2026 അറിയപ്പെടുന്നുണ്ട്. അതിൽ നിങ്ങൾ ഈ വുമൺ ഫാമേഴ്സ് എന്ത് ചെയ്യാം, നോക്കി വെക്കുക. അത് എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം 2027 29 ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. 2027 ഇന്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ ആൻഡ് റെസിലിയന്റ് ടൂറിസം. ടൂറിസത്തിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2029 ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മെയിൻ ആയിട്ട് നോക്കി വെക്കുന്നത് 2025 ആണ്. 2025 നോക്കി വെക്കുക. അതിന്റെ കൂടെ ഇതും കൂടെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ഏരിയ എന്ന് പറയുന്നത് ICC വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2025 ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ, അതായത് ICC വുമൺസ് വേൾഡ് കപ്പ് ആദ്യമായിട്ട് നേടുകയാണ്. ചരിത്ര വിജയമാണ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നത്, നേടിയിരിക്കുന്നത്. അതായത് 2025 ICC വുമൺസ് വേൾഡ് കപ്പ് നേടിയത് ഇന്ത്യയാണ്. ആരെ തോപ്പിച്ചാണ്? സൗത്ത് ആഫ്രിക്കയെ തോപ്പിച്ചാണ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ICC വേൾഡ് കപ്പ് ആണ്. ഏത്? വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആണ്. അത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഹോസ്റ്റിംഗ് നേഷൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ത്യ എന്ത് ചെയ്തു? 2025 വേൾഡ് കപ്പ് എന്ത് ചെയ്തു, ഹോസ്റ്റ് ചെയ്തു. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നിട്ടാണ് ഈ ICC വുമൺസ് വേൾഡ് കപ്പ് എന്ത് ചെയ്തിരിക്കുന്നത്, 2025 ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേ കണക്കിന് ആ ഫൈനൽ നടന്ന സ്റ്റേഡിയം കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. DY പാട്ടീൽ സ്റ്റേഡിയം, നാവി, മുംബൈയിലുള്ള DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് 2025 ICC വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ത് ചെയ്തിരിക്കുന്നത്, നടന്നിരിക്കുന്നത്. വിജയികൾ ആരാണ്? ചാമ്പ്യൻസ് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് വിൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ ചിലപ്പോൾ അവർ ഡയറക്റ്റ് രീതിയിൽ തന്നെ ചോദിക്കണമെന്നില്ല. എന്ത് ചോദിക്കാം? ഇതിന്റെ ടൂർണമെന്റ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാണ് എന്നൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഡയറക്റ്റ് ഹിറ്റിംഗ് അല്ലാതെ ഒന്ന് കറക്കി ചോദിച്ചാൽ അത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിന്റെ, അതായത് ഈ ഒരു വേൾഡ് കപ്പ് ടൂർണമെന്റിന്റെ
പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ദീപ്തി ശർമ്മയാണ്. അത് തന്നെ ആ ഫൈനൽ മാച്ചിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് എടുത്തിരിക്കുന്നത് ഷഫാലി വർമ്മയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ ആയിരുന്നു എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കാം. കാരണം ഡയറക്റ്റ് ചോദിക്കാതെ ഇങ്ങനെയും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോബൽ പ്രൈസ് ആണ്. 2025 നോബൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അതിലെ ഓരോന്നായിട്ട് നമ്മൾ നോക്കുന്നു. ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങി ലിറ്ററേച്ചർ വരെയുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നോക്കും. 2025 നോബൽ പ്രൈസ് ഫിസിക്സിന് കിട്ടിയിരിക്കുന്നത് 3 പേർക്കാണ്. യുഎസുകാരായിട്ടുള്ള 3 പേർക്കാണ്. അവരുടെ കൺട്രിയും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫെമിലിയർ ആക്കി വെക്കുക. ആ 3 പേര് ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡിവോർട്ട്, അതുപോലെ തന്നെ ജോൺ എം മാർട്ടീനിസ് എന്ന് പറയുന്ന 3 പേർക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ആ 3 പേർക്ക് കിട്ടിയതിന് അവർക്ക് ഏതിനാണ് അവര് മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിലെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗും അതേ കണക്കിന് എനർജി ക്വാണ്ടൈസേഷനും കണ്ടെത്തിയതിനാണ് 2025 ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ആർക്കൊക്കെ കിട്ടിയത്? ജോൺ ക്ലാർക്കിനും മൈക്കൽ എച്ച് ഡിവോററ്റിനും അതുപോലെ തന്നെ ജോൺ എം മാർട്ടീനസിനും കൂടെ കിട്ടിയിരിക്കുന്നത്. ഇവരുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 3-4 തവണ കേട്ട് ഫെമിലിയർ ആക്കി വെക്കാം. കാരണം ആ ഒരു പേര് ഫെമിലിയർ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇവര് എന്തിനാണ് ഇവർക്ക് കൊടുത്തതെന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഫിസിക്സ്, നോബൽ പ്രൈസ് ഫിസിക്സിന് കിട്ടിയത് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, മനസ്സിലായി കാണാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തത് കെമിസ്ട്രിക്ക് ആർക്കൊക്കെയാണ് കിട്ടിയെന്നാണ്. നോബൽ പ്രൈസ് 2025 കെമിസ്ട്രിക്ക് ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? 3 പേർക്ക് തന്നെയാണ് ഇതും കിട്ടിയിരിക്കുന്നത്. ഇത് ആരൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് സുസുമു കിറ്റാഗാവയ്ക്കും അതുപോലെ തന്നെ റിച്ചാർഡ് റോബ്സണിനും അതുപോലെ തന്നെ ഒമർ എം യാഗിക്കുമാണ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ കൺട്രിയും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. സുസുമു കിറ്റാഗാവയ്ക്ക് കിട്ടിയിരിക്കുന്നത് അയാള് ജപ്പാൻകാരനായിരുന്നു. ഓക്കെ, അത് കണക്കിന് റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയക്കാരനാണ്. അതുപോലെ തന്നെ ഒമർ എം യാഗി എന്ന് പറയുന്നത് യുഎസുകാരനാണ്. ഇതും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫെമിലിയർ ആക്കി വെക്കുക. ഇവരുടെ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇപ്പൊ കെമിസ്ട്രിക്ക് കിട്ടിയിരിക്കുന്ന 3 പേരുടെ പേര് വെച്ച് എന്തെങ്കിലും കോഡാക്കി പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആ മനസ്സൊന്നും മറന്നു പോകത്തില്ല. ഇവരുടെ പേര് 2, 3, 4 തവണ എന്ത് ചെയ്യുക, വായിച്ച് ഫെമിലിയർ ആക്കുക. ഫെമിലിയർ ആക്കി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓപ്ഷൻ ഒന്നും എന്ത് ചെയ്യാം, പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിയോളജിക്ക് അല്ലെങ്കിൽ മെഡിസിന് ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. മെഡിസിനും കിട്ടിയിരിക്കുന്നത് 3 പേർക്കാണ്. മേരി ഇ ബ്രോൺകോ, അതുപോലെ തന്നെ ഫ്രെഡ് റാംസ്ബെൽ, അതുപോലെ തന്നെ ഷിമോൺ സക്കാഗുച്ചി എന്ന് പറയുന്ന 3 പേർക്കാണ്. ഇവരുടെ പേര് ഇത്തിരി കട്ടിയായിരിക്കും. കാരണം എന്താണ്, പല രാജ്യത്തു നിന്നുള്ളവരാണ് അല്ലെ. ആ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, ഫെമിലിയർ ആക്കുക. അപ്പം ഫുൾ പേര് എന്ത് ചെയ്യണ്ട, പഠിച്ചൊന്നും വെക്കണ്ട. ഇപ്പൊ മേരി, ഫ്രെഡ്, ഷിമോൺ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ച് ആ ഒരു പേരിന്റെ കുറച്ച് ലെറ്റേഴ്സ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ, ഒരു കണക്ഷൻ വെച്ച് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഇപ്പൊ മേരി, ഫ്രെഡ്, ഷിമോൺ എന്ന് പഠിച്ചു വെക്കുക. അങ്ങനെ എന്തെങ്കിലും പഠിച്ചൊരു കോഡുമല്ലോ കണ്ടെത്തി പഠിച്ചു വെക്കുക. അപ്പോൾ മെഡിസിന് കിട്ടിയിരിക്കുന്നത് അവരുടെ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് കണ്ടെത്തിയതിനാണ് ഇവർക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി, അതിന്റെ ടോളറൻസ് കണ്ടെത്തിയതിനാണ്. അതായത് നമ്മളെ സ്വയം, അതായത് ഇവർ കണ്ടെത്തിയെന്ന് പറയുന്നത് നമുക്ക് സ്വയം പ്രതിരോധ ശേഷി കൊണ്ടിട്ട് നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തെ എന്ത് ചെയ്യാം, അറ്റാക്ക് ചെയ്യാറില്ല. ആ അറ്റാക്ക് ചെയ്യാതെ ഇരിക്കുന്നത് എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ഇമ്മ്യൂൺ ടോളറൻസിനെ പറ്റിയിട്ടാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, പഠനം നടത്തിയിരിക്കുന്നത്. ആ പഠനത്തിനാണ് ഇവർക്ക് മെഡിസിൻ എന്ത് കിട്ടിയിരിക്കുന്നത്, നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആ പേരുകൾ എന്ത് ചെയ്യുക, ഫെമിലിയർ ആക്കി വെക്കുക. അവരുടെ കൺട്രിയും കൂടെ പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്സിന് കിട്ടിയതാണ്. എക്കണോമിക്സിനും 3 പേർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജോയൽ മോക്കിർ, അതുപോലെ തന്നെ ഫിലിപ്പ് ആഗിയൻ, അതുപോലെ തന്നെ പീറ്റർ ഹോവിറ്റ് എന്ന് പറയുന്ന 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ജോയൽ എന്ന് പറയുന്നത് യുഎസുകാരനാണ്.
പീറ്ററും യുഎസുകാരനാണ്. അങ്ങനെ ഫിലിപ്പ് ആഗിയൺ എന്ന് പറയുന്നത് ഫ്രാൻസുകാരനാണ്, ഫ്രഞ്ചുകാരനാണ്. അപ്പോൾ അവരുടെ പേരുകൾ പഠിച്ചു വെക്കുക. ജോയൽ, ഫിലിപ്പ്, പീറ്റർ, അങ്ങനെ എന്തെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, ഇവർക്ക് 3 പേർക്കുമാണ് എക്കണോമിക്സിന് കിട്ടിയിരിക്കുന്നത്. ഇവര് തിയറി ഓഫ് സസ്റ്റെയിൻഡ് ഗ്രോത്ത്, അതായത് സുസ്ഥിര വികസനം, തിയറി ഓഫ് സസ്റ്റെയിൻഡ് ഗ്രോത്ത് കണ്ടെത്തിയതിനാണ് ഇവർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, നോബൽ പ്രൈസ്. ആ ഒരു സ്റ്റഡി നടത്തിയതിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് എന്ത് ചെയ്തിരിക്കുന്നത്, കിട്ടിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അതും എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം. ഓക്കെ, പേരുകൾ ഫെമിലിയർ ആക്കുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. കാണാതെ പഠിക്കാതെ പേരുകൾ ഫെമിലിയർ ആക്കുക. ഓക്കെ, ഇനി അടുത്തത് ലിറ്ററേച്ചറിനെ ആർക്കാണ് കിട്ടിയെന്നാണ്. ലാസ്ലോ കോർക്കൈ എന്ന് പറയുന്ന ആൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ലാസ്ലോ ക്രസാൻസ് കോർക്കൈ എന്ന് പറയുന്ന ആൾക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ആ പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ലാസ്ലോ ക്രസാൻസ് ഹോർക്കൈ എന്ന് പറയുന്ന ആ ഒരു പേരാണ്. ഞാൻ ആദ്യം പറഞ്ഞ ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയി, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ലാസ്ലോ ക്രസാൻ ഹോർക്കൈ എന്ന് പറയുന്ന ഹംഗേറിയൻകാരനാണ് ഇത് കിട്ടിയിരിക്കുന്നത്, ലിറ്ററേച്ചറിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, മാസ്റ്റർ ഓഫ് ദി അപ്പോകാലിപ്സ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ആ പേരൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കി വെക്കുക. ആ പേര് ഒത്തിരി പഠിക്കാൻ അല്ലെങ്കിൽ പറയാൻ ഒത്തിരി പാടുള്ള പേരാണ്. പേരെന്ന് പറയുന്നത് ലാസ്ലോ ക്രസാനോ ഹോർക്കൈ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ആ പേര് ഫെമിലിയർ ആക്കി വെക്കുക. അയാളൊരു ഹംഗേറിയൻകാരനാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മാസ്റ്റർ ഓഫ് ദി അപ്പോകാലിപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ 2 ബുക്കുകളുടെ പേരും കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക, ഫെമിലിയർ ആക്കി വെക്കുക. എന്താണ്, സാന്റാൻ ടാങ്കോ എന്ന് പറയുന്ന 1985 ഇറങ്ങിയ ഒരു ബുക്കുണ്ട്. അതുപോലെ തന്നെ വാർ ആൻഡ് വാർ, ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. വാർ ആൻഡ് വാർ എന്ന് പറയുന്ന 1999 ഇറങ്ങിയ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഇതും നോക്കി വെക്കുക. ഒരു ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാതെ എന്ത് ചെയ്യാം, ഇങ്ങനെ ചോദിക്കാം, ഹു ഈസ് നോൺ ആസ് മാസ്റ്റർ ഓഫ് ദി അപ്പോകാലിപ്സ് എന്ന് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിൽ ഇത് ഈ ഒരു പേര് വരിക, ലാസ്ലോയുടെ പേര് വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? ആ പേര് കറക്റ്റ് നോക്കി വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പീസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആർക്കാണ് കിട്ടിയെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. മരിയ കോറിന മച്ചാഡോ എന്ന് പറയുന്ന വെനിസ്വേലക്കാരിയായിട്ടുള്ള ആൾക്കാണ് 2025 നോബൽ പീസ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അവര് വെനിസ്വേലയിലെ ഡെമോക്രാറ്റിക് റൈറ്റിന് വേണ്ടിയിട്ടൊക്കെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് ഇവർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, 2025 നോബൽ പീസ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ പേര് പഠിച്ചു വെക്കുക, മരിയ എന്ന് പഠിച്ചു വെച്ചാൽ മതി. ആ ഫുൾ പേര് പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല, മരിയ എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. മരിയ കോറിന മച്ചാഡോ എന്ന് പറയുന്ന ആൾക്കാണ്, വെനിസ്വേലക്കാരിയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. അവരുടെ രാജ്യമൊക്കെ ചോദിക്കാം, എന്ത് ചെയ്യാ, പഠിച്ചു വെക്കുക. ഇപ്പൊ ലിറ്ററേച്ചറിന് കിട്ടിയ ആൾക്ക് അയാളുടെ സ്ഥലവും കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള ഒറ്റ ആളുടെ സ്ഥലമൊക്കെ ആയിരിക്കും അവർക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ബാക്കിയുള്ളവര് 3 സ്ഥലത്തു നിന്നുള്ളതായതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ലിറ്ററേച്ചറിനും അതുപോലെ തന്നെ പീസിനും കിട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ വെച്ചിട്ടായിരിക്കും, സ്ഥലങ്ങളായിരിക്കും അവരുടെ സ്ഥലമായിരിക്കും ചോദിക്കാൻ. ലാസ്ലോയുടെ സ്ഥലം ഏതാണ്, ഹംഗറിയാണ്. അതുപോലെ തന്നെ മരിയയുടെ സ്ഥലം ഏതാണ്, വെനിസ്വേലയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്റ് കൺട്രീസ് ആണ്. ഇതെന്ത് ചെയ്യാം, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 2025 ബ്രിക്സ് നടന്നത് എവിടെയാണ്, അല്ലെങ്കിൽ G20 നടന്നത് എവിടെയാണ്, G7 നടന്നത് എവിടെയാണ്, ASEAN നടന്നത് എവിടെയാണ്. ആ മോസ്റ്റ് കൺട്രീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കി വെക്കാം. ലിസ്റ്റ് 2025 നോക്കിയിട്ട് പോവുക. ഞാൻ ഇവിടെ 2024, 25, 26 3 വർഷത്തെ, കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ഇനിയുള്ള ഇയറിലെയും പോസ്റ്റ് കൺട്രീസ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യം നോക്കാൻ പോകുന്നത് G20 ആണ്. G20യുടെ 2024 നടന്നത് എവിടെയാണ്, ബ്രസീലിൽ വെച്ചിട്ടാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് 2024 G20 സമ്മിറ്റ് നടന്നത്. അത് കണക്കിന് 2025, അതായത് ഈ കറണ്ട് ഇയറിലെ നടക്കാൻ പോകുന്നത്, 2025 നടക്കാൻ പോകുന്നത്
സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ് 2025 നടക്കുന്നത്. അതുപോലെ തന്നെ 2026 നടക്കാൻ പോകുന്നത് USA വെച്ചിട്ടാണ്. എന്ത് ചെയ്യാ, ജസ്റ്റ് നോക്കി വെക്കുക. 2025 നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത്. 2025 ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇവിടെ എന്ത് ചെയ്യാ, 2025 ക്ലിയർ ആയിട്ട് നോക്കി വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറയാം. G20 സമ്മിറ്റ് അല്ലെങ്കിൽ G20 എത്ര നേഷൻസ് ആണുള്ളത്? G20 എന്നാണല്ലേ അറിയപ്പെടുന്നത്. G20 19 കൺട്രികളും അതുപോലെ തന്നെ 2 യൂണിയനുകളുമാണ് ഉള്ളത്. ആ 2 യൂണിയനുകളുടെ പേരുകൾ പഠിച്ചു വെക്കുക. യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ ആഫ്രിക്കൻ യൂണിയനും. ആഫ്രിക്കൻ യൂണിയൻ 2023 എന്ത് ചെയ്തിരിക്കുന്നത്, ജോയിൻ ചെയ്തിരിക്കുന്നത്. 80th G20 സമ്മിറ്റില് എന്ത് ചെയ്തിട്ടുണ്ട്? ആഫ്രിക്കൻ യൂണിയൻ ഇതിലെ 21ാമത്തെ മെമ്പറാണ്. G20 എന്ന് കേൾക്കുമ്പോൾ നമുക്ക് 20 മെമ്പേഴ്സ് ആണെന്ന് തോന്നും. പക്ഷെ 20 മെമ്പേഴ്സ് അല്ല, 21 മെമ്പേഴ്സ് ആണുള്ളത്. ആ 21 കൺട്രികളല്ല, 19 കൺട്രീസും 2 യൂണിയനുകളുമാണ് ഉള്ളത്. അതിൽ ഒന്ന് ആഫ്രിക്കൻ യൂണിയനും മറ്റത് ഏതുമാണ്? യൂറോപ്യൻ യൂണിയനും ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതെന്ത് ചെയ്യാ, ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് G7 ആണ്. G7 കൺട്രീസ്. ഞാൻ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. G20 G7 കൺട്രികൾ ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആഫ്രിക്കൻ യൂണിയനും യൂറോപ്യൻ യൂണിയനും 2 യൂണിയനുകളുണ്ട്. ബാക്കിയുള്ള കൺട്രീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. G20 ആര് മെമ്പറാണ്? നമ്മുടെ ഇന്ത്യ ഒരു മെമ്പറാണ്. ഇത് കൊടുത്തിട്ടുണ്ട്. G20 ഇന്ത്യ ഒരു മെമ്പറാണ്. അതേസമയം G7 ഇന്ത്യ ഒരു മെമ്പർ അല്ല. ഓക്കെ, അത് ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചു വെക്കാം. ചിലപ്പോൾ കൺട്രീസ് ഏതാന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. 2025 G7 സമ്മിറ്റ് നടക്കുന്നത് കാനഡയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ 2026 നടക്കുന്നത് ഫ്രാൻസിൽ വെച്ചിട്ടാണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. 2025 കാനഡയിലും 2026 ഫ്രാൻസിലുമാണ് നടക്കുന്നത്. അതിൽ ഈ G7 കൺട്രീസ് ഒന്ന് ജസ്റ്റ് പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കി വെക്കുക. ആ കൺട്രികളുടെ പേരുകൾ ഒന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക. അത് നിങ്ങൾ ഫെമിലിയർ ആക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റ് കൺട്രി ആയിട്ടുള്ള ബ്രിക്സിന്റെ ഹോസ്റ്റ് കൺട്രീസ് ആണ് നോക്കാൻ പോകുന്നത്. ബ്രിക്സ് 2025 ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്, അതായത് 70th ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നത് ബ്രസീലിൽ വെച്ചിട്ടാണ്. ഓക്കെ, എവിടെ വെച്ചിട്ടാണ്? ബ്രസീലിൽ വെച്ചിട്ടാണ്. അങ്ങനെ 2026 അതായത് 80th നടക്കാൻ പോകുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. എന്ത് ചെയ്യാ, പഠിച്ചു വെക്കുക. 2026 നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അതെന്ത് ചെയ്യാം, ചോദിക്കാം. കാരണം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോഴേ 2026 80th ബ്രിക്സ് സമ്മിറ്റ് നടക്കാൻ പോകുന്ന എവിടെ വെച്ചിട്ടാ, അല്ലെങ്കിൽ ആരാ ഹോസ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ നോക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ബ്രിക്സില് കുറച്ച് മെമ്പേഴ്സ് ആഡ് ആയിട്ടുണ്ട്. അതിൽ അവസാനമായിട്ട് ആഡ് ചെയ്യപ്പെട്ട രാജ്യം ഏതാണെന്ന് പഠിച്ചു വെക്കാം. ഏതാണ് ആ രാജ്യം? ഇന്തോനേഷ്യ ആണ്. അങ്ങനെ ടോട്ടൽ 11 മെമ്പേഴ്സ് ആണ് ഏതിലുള്ളത്? ബ്രിക്സിലുള്ളത്. അതിൽ ബ്രിക്സിൽ അവസാനമായിട്ട് ജോയിൻ ചെയ്ത കുറച്ച് കൺട്രീസ് ഉണ്ട്. അതിന്റെ കൂടെ അർജന്റീന ജോയിൻ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അർജന്റീന ആ ഒരു 2024 ആ ഒരു മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുന്നത് റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് പഠിച്ചു വെക്കുക. റെഫ്യൂസ് ചെയ്ത കൺട്രി ഏതാണ്? അർജന്റീനയാണ്. അവസാനം ന്യൂവസ്റ്റ് ഫുൾ മെമ്പർ ആയിട്ട് വന്നിരിക്കുന്ന ആരാണ്? ഇന്തോനേഷ്യയാണ്. അതുപോലെ തന്നെ ഈ ഒരു കൺട്രീസ് ഏതൊക്കെയാണ്? ബ്രിക്സിലെ കൺട്രീസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അവര് കഴിഞ്ഞിട്ട് പുതുതായിട്ട് ആഡ് ചെയ്ത കൺട്രീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. സൗദി അറേബ്യ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, എത്യോപ്യ ഉണ്ട്, ഇറാൻ ഉണ്ട്, UAE ഉണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ട് ആരും ഉണ്ട്? ഇന്തോനേഷ്യയും ഉണ്ട്. ഇതെന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇപ്പൊ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത്? 11 മെമ്പേഴ്സ് ആണ് ഉള്ളതെന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിക്സിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്ന ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ഇതിലേക്ക് ന്യൂ മെമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ആ ന്യൂ മെമ്പേഴ്സ് ആയിട്ടുള്ള മെമ്പർ കൺട്രികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനും ആണ്. 2025 ജൂലൈയില്
ഏതിന്റെ മെമ്പർ ആയിട്ടുണ്ട്? ന്യൂ ഡെവലപ്മെന്റ് ബാങ്കില് മെമ്പർ ആയിട്ടുണ്ട്. അതും കൂടെ എന്ത് ചെയ്യാം, പഠിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ASEAN ആണ്. ASEAN കൺട്രീസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ASEANല് ടോട്ടല് 11 നേഷൻസ് ആണ് ഉള്ളത്. അതില് ലാസ്റ്റ് ജോയിൻ ആയിട്ടുള്ള മെമ്പർ ഏതാണെന്ന് പഠിച്ചു വെക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ടിമോർ ലെസ്റ്റെ ആണ് ലാസ്റ്റ് ആയിട്ട് ASEANല് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടിമോർ ലെസ്റ്റെ എന്തായാലും പഠിച്ചു വെക്കണേ. ഓക്കെ, 2025 മലേഷ്യയാണ് 47ാമത് ASEAN സമ്മിറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2026 ഫിലിപ്പീൻസും ആണ്. ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഈ ടിമോർ ലെസ്റ്റെ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ടും നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നോക്കാൻ പോകുന്നത് കോൺഫറൻസ് ഓഫ് പാർട്ടി ആണ്. COP 29, 30, 31 നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഇതിൽ 30, അതായത് ഇപ്പൊ നടക്കുന്നതാണ് COP 30 എന്ന് പറയുന്നത്. ഈ നവംബർ മാസത്തിലായിട്ട് നടക്കുകയാണ്. ബേലം ബ്രസീലിൽ വെച്ചിട്ടാണ് 2030 COP 30 നടക്കുന്നത്. ബേലം ബ്രസീലിലാണ്. അതുപോലെ തന്നെ 2029 നടന്നത് ബാക്കു അസർബൈജാനിൽ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. കണക്കിന് COP 31 നടക്കാൻ പോകുന്നത് തുർക്കിയാണ്. അവര് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2031 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് തുർക്കിയാണ് എന്നുള്ളതും പഠിച്ചു വെക്കുക. 31ാമത് COP നടക്കുന്നത് തുർക്കിയിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിൽ COP 30 നടക്കുന്നത് ഇപ്പൊ നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ്? ബേലം ബ്രസീലിലാണ്. നവംബർ മാസത്തിലായിട്ടാണ് നടക്കുന്നത്. അത് ജസ്റ്റ് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ എക്സാമിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന IPL ആണ്. IPL 18ാമത്തെ ചാമ്പ്യന്മാരായിരിക്കുന്നത്. അപ്പോഴേ ഇതിലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് കാണും. RCB ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, 2025 IPL കിരീടം പൊക്കിയിരിക്കുന്നത് അല്ലേ? എന്താണ് അത്ര ഇമ്പോർട്ടന്റ് ആവുന്നത്? അവരുടെ ഫസ്റ്റ് കിരീടമാണ് അല്ലേ? അവര് ആദ്യമായിട്ടാണ് IPL കിരീടം എന്ത് ചെയ്തിരിക്കുന്നത്, മൊത്തം ഇട്ടിരിക്കുന്നത്. അപ്പോഴേ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 2025 IPL കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ഫൈനൽ നടന്നിരിക്കുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിൽ വെച്ചിട്ടാണ്. അതും കൂടെ എന്ത് ചെയ്യാം, നോക്കി വെക്കുക. IPL 2025 വിന്നേഴ്സ് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. അവരുടെ ഫസ്റ്റ് വിന്നാണ് എന്നുള്ളതും എന്ത് ചെയ്യാ, പഠിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ നോക്കാറുണ്ട്. ഓക്കെ, അതിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൃണാൽ പാണ്ഡ്യയാണ്. അത് നോക്കി വെക്കുക. കണക്ക് തന്നെ ആ ഒരു സീരീസിന്റെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ട് അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സൂര്യകുമാർ യാദവിനെയാണ്. മുംബൈയുടെ താരമായിട്ടുള്ള സൂര്യകുമാർ യാദവിനെയാണ് എന്തായിട്ടിരിക്കുന്നത് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദി സീരീസ് ഓർ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് സായി സുദർശനെയാണ്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അദ്ദേഹം തന്നെയാണ് ഓറഞ്ച് ക്യാപ്പ് നേടിയത്. അതുപോലെ തന്നെ പർപ്പിൾ ക്യാപ്പ് നേടിയിരിക്കുന്നത് പ്രസിദ്ധ് കൃഷ്ണയാണ്. 25 വിക്കറ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് പർപ്പിൾ ക്യാപ്പ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത് പ്ലെയർ ഓഫ് ദി മാച്ചും അങ്ങനെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ഒക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അതൊക്കെ ചോദിക്കാം. അപ്പോൾ അതെന്ത് ചെയ്യുക, നോക്കി വെക്കുക. അവരുടെ ഇപ്പം ഓരോന്ന് കിട്ടിയിരിക്കുന്നവരുടെ അവർ ഏത് ടീമിലാണ് കളിച്ചതെന്നും കൂടെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഭാരത് രത്ന അവാർഡ് 2024 ആണ്. അവരുടെ പേര് മാത്രമേ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. 5 പേർക്കാണ് ഭാരതരത്ന അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് ആർക്കൊക്കെയാണ്? കർപ്പൂരി താക്കൂർ, അദ്ദേഹം ആരായിരുന്നു? ഫോർമർ ബീഹാർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ലാൽ കൃഷ്ണ അദ്വാനി, LK അദ്വാനിക്കാണ്. അദ്ദേഹം ആരായിരുന്നു? ഫോർമർ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ് ആര്? LK അദ്വാനി എന്ന് പറയുന്നത്. അടുത്തത് MS സ്വാമിനാഥൻ. അദ്ദേഹത്തെ നമുക്ക് അറിയാലോ. എന്തെന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ
ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ ആയിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്ത ആളെന്ന് പറയുന്നത് ചൗധരി ചരൺ സിംഗും അടുത്ത PV നരസിംഹറാവു. ഇവർ രണ്ടുപേരും ആരായിരുന്നു? ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്നു. ഐ തിങ്ക് ചൗധരി ചരൺ സിംഗ് എന്ന് പറയുന്നത് 7th പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ PV നരസിംഹറാവു 9th പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്ന ആളാണ്. ഇവർ ഈ ഒരു 5 പേരെ പേരെന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ഓക്കെ, ചൗധരി ചരൺ സിംഗ് ഫോമർ പ്രൈം മിനിസ്റ്ററും ആയിരുന്നു, ഉത്തർപ്രദേശിന്റെ CM ആയിരുന്നു. അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാ, നോക്കി വെക്കുക. ഈ 5 പേരുടെ പേര് എന്ത് ചെയ്യാ, നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് റാങ്കിങ്ങുകളാണ്. ഇപ്പൊ ചോദിക്കാം, ഇന്ത്യയുടെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025 ഇന്ത്യയുടെ റാങ്ക് ഏത്? അങ്ങനെയുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ റാങ്കിങ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ 2025 റാങ്കിങ് എന്ന് പറയുന്നത് 118 ആണ്. അത് എന്ത് ചെയ്യാം, കറക്റ്റ് നോക്കി വെക്കാം. 118ാമത്തെ റാങ്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ഇത് ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റാങ്കിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കൂടുതൽ റെഫർ ചെയ്യാം. കൂടുതൽ റാങ്കിങ്ങുകൾ, ഇപ്പം ചില ന്യൂസ് പേപ്പർ ഇതിന്റെയൊക്കെ റാങ്കിങ്ങുകളുണ്ട്. അതുപോലെ തന്നെ കുറെ റാങ്കിങ്ങുകളുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് റാങ്കിങ്ങുകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫർദർ റെഫർ ചെയ്യേണ്ടതുണ്ട്. അടുത്തത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റിപ്പോർട്ട്. അതിന്റെ അകത്ത് ഇന്ത്യയുടെ സ്ഥാനം ഇത് നമ്മൾ എന്ത് ചെയ്യാം, എന്തായാലും ഒന്ന് നോക്കി വെക്കുക. 102ാമത്തെ സ്ഥാനമാണ്. 121 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 102 ആണ്. അതിന്റെ അകത്ത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കി വെക്കുക. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് സ്കോർ ഉണ്ട്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ എത്രയാണെന്ന് പറഞ്ഞു? 102 ആണെന്ന് പറഞ്ഞു. അതിൽ ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്? 25.8 ആണ്. 25.8 ആണ്. ഇന്ത്യനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സീരിയസ് കാറ്റഗറിയിലാണ്. അതായത് ഇവയുടെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ലോ, മോഡറേറ്റ്, അതുപോലെ തന്നെ സീരിയസ്, അലാമിംഗ്, എക്സ്ട്രീം അലാമിംഗ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ 5 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് സ്കോർ അടിസ്ഥാനത്തിൽ എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? 5 ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യ സീരിയസ് ആണ്. സീരിയസ് കാറ്റഗറിയിലാണ് ഇന്ത്യ വരുന്നത്. അത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതെന്തായാലും നിങ്ങൾ നോക്കി വെക്കുക. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ ഒരു കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്, 4 ഇൻഡിക്കേറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റാങ്കിങ് ഇവർ നടത്തുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അണ്ടർ നറിഷ്മെന്റ്, അതുപോലെ തന്നെ ചൈൽഡ് സ്റ്റണ്ണിങ്, അതുപോലെ തന്നെ ചൈൽഡ് വാസ്റ്റിംഗ്, മോർട്ടാലിറ്റി, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുന്നത്, ഇറക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത് പൊസിഷനും, അതുപോലെ തന്നെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ടത് 2025 ഇന്ത്യയുടെ പൊസിഷൻ 102ാമതാണ്. ഇന്ത്യയുടെ സ്കോർ എത്രയാണെന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യ ഏത് കാറ്റഗറിയിൽ വരുന്നു, സീരിയസ് കാറ്റഗറിയിലാണ് വരുന്നതെന്നും നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38 ആണ്. എത്രാമത്തെ സ്ഥാനമാണ്? 38 ആണ്. അത് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഉണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഹങ്കർ ഇൻഡെക്സ് പോലെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 130 ആണ്. 193 കൺട്രീസിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 130 ആണ്. അതുപോലെ തന്നെ ഇതിന്റെയും വാല്യൂ ഉണ്ട്, HDI വാല്യൂ ഉണ്ട്. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വാല്യൂ ഉണ്ട്. ആ വാല്യൂ കൂടെ പഠിച്ചു വെക്കുക. 0.685 ആണ്. ഇത് 2023 ഡേറ്റ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ഈ വാല്യൂ എന്ന് പറയുന്നത് 0.685 എന്ന് പറയുന്നത്. ആ വാല്യൂ കൂടെ പഠിച്ചു വെക്കുക. എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും റിപ്പോർട്ടുകളാണ് ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 4 റിപ്പോർട്ടൊന്നും മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, കുറെ റിപ്പോർട്ടുകളുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഒരു 3-4 എണ്ണമാണ് ഞാൻ തന്നിരിക്കുന്നത്. അത് മസ്റ്റ് ആയിട്ട് നോക്കി വെക്കാം. ഇനി അടുത്തെന്ന് പറയുന്നത് 2025 UEFA നേഷൻസ് ലീഗ് ആരാണ് കൊണ്ടുപോയിരിക്കുന്നത്, ആരാ എടുത്തിരിക്കുന്നത്? നമ്മുടെ പോർച്ചുഗലാണ്. പോർച്ചുഗലിന്റെ 2ാമത്തെ ടൈറ്റിലാണ് അല്ലെ, 2ാമതാണ് പോർച്ചുഗൽ എന്ത് ചെയ്തിരിക്കുന്നത്, UEFA നേഷൻസ് ലീഗ് എന്ത് ചെയ്തിരിക്കുന്നത്, പൊക്കിയിരിക്കുന്നത്. ആരെ തോപ്പിച്ചാണ്? സ്പെയിനിനെ തോപ്പിച്ചാണ് ആര് പൊക്കിയത്? നമ്മുടെ പോർച്ചുഗൽ. ആരുടെ പോർച്ചുഗൽ?
ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ എന്ത് ചെയ്തിരിക്കുന്നത് തൂക്കിയിരിക്കുന്നത്. പിന്നെ ടോപ്പ് സ്കോറേഴ്സ് 3 പേരാണുള്ളത്. എല്ലാരും 2 ഗോൾസ് വെച്ചിട്ട് സ്കോർ ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, 3 പേരാണ് ടോപ്പ് സ്കോറർ ആയിട്ടിരിക്കുന്നത്. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ, അതേപോലെ തന്നെ സ്പെയിനിന്റെ ലമൈൻ യമാൽ. ഈ 3 പേരാണ് ടോപ്പ് സ്കോറേഴ്സ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അതിന്റെ വിന്നർ ആരാണെന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരുന്നത്. അതെന്ത് ചെയ്യാം, നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മേജർ അപ്പോയിന്റ്മെന്റ്സ് ആണ്. അതെന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കമ്മീഷൻസിന്റെ ഹെഡ് ആരാണ് അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ ആരാണെന്നാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. ആദ്യം നോക്കാൻ പോകുന്നത് 60th ഫിനാൻസ് കമ്മീഷൻ. ആരാണ്? എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ, അരവിന്ദ് പനഗരിയാണ്. അതെന്ത് ചെയ്യാ, നോക്കി വെക്കുക. അടുത്ത നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, NHRC. NHRCയുടെ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് നോക്കി വെക്കുക. അടുത്തെന്ന് പറയുന്നത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആണ്. ഹീരലാൽ സമരിയയാണ്. അദ്ദേഹത്തിന്റെ പേരും നോക്കി വെക്കുക. ഓക്കെ, അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. 26ാമത്തെ ആണ്. 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ഇതില് ചിലപ്പോ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ള ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ചിലപ്പോ ഇത് അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, നമുക്കത് മാറ്റാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ള വെച്ചിട്ടുള്ള ഡേറ്റ വെച്ചിട്ടുള്ളതാണ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ്സ് ആണ്, അവ മാറാം. അപ്പോഴത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അൻതാ സിംഗ് ആര്യയാണ്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റേത് കിഷോർ മക്വാനയാണ്. അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റിയുടേത് ഇക്ബാൽ സിംഗ് ലാൽപൂരയാണ്. അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ വിജയ് കിഷോർ ദൽക്കർ. ഈ പേരൊന്ന് പഠിച്ചു വെച്ചാലേ. വുമൺ കമ്മീഷന്റെ ആരാണ്? വിജയ് കിഷോർ രഹത്കർ ആണ്. അതൊന്നും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കി വെക്കുക. അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രിയക് കനൂൻഗോയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റിന്റെ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്. അത് ഹൻസ്രാജ് ഗംഗാറാം ആഹിർ ആണ് അതിന്റെ ചെയർപേഴ്സൺ ചെയർമാൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, ഇത്രയും കമ്മീഷൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഹെഡ് ആണ് നമ്മൾ പറഞ്ഞത്. അതെന്ത് ചെയ്യുക, ഫെമിലിയർ ആക്കി വെക്കുക. എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? താങ്ക് യു.